ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങളത് കാണാതെ പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ തന്നെ ഈ കാര്യം പറയുന്നത്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമ്മളെല്ലാം അഭ്യസിക്കേണ്ടതായ ഒന്നാണ്. എന്തെങ്കിലും പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായവരോ മാത്രം അഭ്യസിക്കേണ്ട ഒന്നായി മെഡിറ്റേഷനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമുക്ക് നൽകുന്നത് യഥാർത്ഥമായ ജ്ഞാനം, അതായത് വിസ്ഡം, പിന്നെ യോഗം, അതായത് ആത്മീയ ആനന്ദവുമാണ്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു മെഡിറ്റേഷൻ പരിചയപ്പെടുത്തുന്നു. രാജയോഗ മെഡിറ്റേഷൻ. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തികച്ചും സൗജന്യമായി ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അഭ്യസിക്കാവുന്നതാണ്. ഇത് അഭ്യസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയാനും ശരീരബോധമില്ലാതെ യോഗിയായി അതേ സമയം തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലും ഉത്തമനായ ഒരു വ്യക്തിയായി മാതൃകയായി ജീവിക്കാൻ കഴിയും. ഓം ശാന്തി. പണ്ടൊരിടത്ത് കിസ ഗോതമി എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. നല്ല സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഉള്ള കുടുംബത്തിലെ ആയതുകൊണ്ട് തന്നെ വിവാഹമൊക്കെ ചെയ്തതും നല്ല സമ്പന്നനായിട്ടുള്ള ഒരാളൊക്കെ ആയിരുന്നു. അവളുടെ വിവാഹവും നല്ല സന്തോഷപൂർവ്വമായിട്ടാണ് നടന്നതും. അങ്ങനെയിരിക്കെ അവളുടെ കുഞ്ഞു മരിച്ചു പോകുന്നു. ആകെ ഉണ്ടായിരുന്ന തൻ്റെ കുഞ്ഞു മരിച്ചതോടെ കിസ അഗാധമായ ദുഃഖത്തിലേക്ക് വീണു പോകുന്നു. അവളേതാണ്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് വഴിയിൽ കാണുന്നവരോടെല്ലാം അവൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇവിടെ എവിടെയെങ്കിലും ഒരു വൈദ്യനെ നിങ്ങൾക്കറിയാമോ എൻ്റെ കുഞ്ഞിനെ വീണ്ടും ജീവിപ്പിക്കാൻ? അപ്പോൾ അവിടെ നിന്ന ഒരാള് അവളോട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വൈദ്യനെ എനിക്കറിയില്ല. പക്ഷേ ബുദ്ധൻ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു വലിയ ജ്ഞാനിയാണ്. തങ്ങൾ ഭാഗ്യവതിയാണ്. ഈ കുട്ടിയുമായിട്ട് ബുദ്ധന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കൂ. ഒരുപക്ഷേ അദ്ദേഹത്തിന് നിന്റെ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ സാധിച്ചേക്കും. അവൾ ഉടനെ തന്നെ തന്റെ മരിച്ച കുട്ടിയെ കൈകളിലെടുത്തുകൊണ്ട് ബുദ്ധന്റെ അരികിലേക്കോടി. ബുദ്ധന്റെ അരികിലെത്തിയതും കുട്ടിയുടെ മൃതശരീരം ബുദ്ധന്റെ കാൽക്കൽ വെച്ചിട്ട് അവൾ പറഞ്ഞു, ദയവായി എന്റെ കുട്ടിയെ ജീവിപ്പിച്ചു തരണേ. നിനക്ക് ഈ ജീവിതത്തിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാം. നീ ആത്മപ്രകാശം എന്താണ് എന്ന് അറിഞ്ഞവനാണ്. ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിനക്ക് ഈ ചെറിയൊരു അത്ഭുതം ചെയ്തുകൂടെ? ബുദ്ധൻ അവൾ പറയുന്നതെല്ലാം അതീവ ശ്രദ്ധയോടും അനുകമ്പയോടും ഒക്കെ കേട്ടുനിന്നു. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു, നിന്റെ മകനെ ജീവിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു മാർഗമുണ്ട്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാനെ, എന്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇത് ചെയ്യാൻ എനിക്ക് നീ ഒരു കൂട്ടം എനിക്ക് കൊണ്ടേ തരേണ്ടതായിട്ടുണ്ട്. കുറച്ച് കടുകുമണിയായിട്ട് വരൂ. ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. ഇത് കേട്ടതും അവൾ കടുകുമണികൾ ശേഖരിക്കാനായി തിരിഞ്ഞു നടന്നു. പോകുന്ന വഴിയെ ബുദ്ധൻ പിറകിൽ നിന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു, നീ കടുക് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരാൾ പോലും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കണം കടുക് വാങ്ങിക്കേണ്ടത്. അവൾ ഇതെല്ലാം സന്തോഷത്തോടെ കേട്ടുകൊണ്ട് കടുകുമണി ശേഖരിക്കാൻ ഗ്രാമത്തിലേക്ക് ഓടി. അങ്ങനെ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ എത്തി കടുക് ശേഖരിച്ചു. അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ ബുദ്ധൻ പറഞ്ഞ വാക്കുകൾ അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവൾ ഉടനെ അവിടുത്തെ വീട്ടുകാരിയോട് തിരക്കി, ഇവിടെ ആരെങ്കിലും ഇതിനു മുമ്പേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നോ? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചുപോയത്. അത് കേട്ടതും അവൾ ആ കടുക് തിരികെ നൽകി മുന്നോട്ട് നടന്നു. അങ്ങനെ അവൾ അടുത്ത ഒരു വീട്ടിലെത്തിച്ചേർന്നു. അവിടെ അവരുടെ മുത്തച്ഛൻ മരിച്ചു പോയതായിട്ട് അവൾ അറിയുന്നു. ഓടി അവൾ അടുത്ത കണ്ട വീട്ടിലെത്തി. അവിടെ ഒരു കുഞ്ഞു പെൺകുട്ടി അസുഖം ബാധിച്ച് മരിച്ചതായിട്ട് അവൾ കേൾക്കുന്നു. അവൾ അങ്ങനെ ഓരോ വീടും ഇതുപോലെ കയറി ഇറങ്ങാൻ തുടങ്ങി. കേറിയ വീട്ടിലെല്ലാം അവൾക്ക് മുന്നേ കേട്ട മറുപടി തന്നെ ആയിരുന്നു ലഭിച്ചത്. അവൾക്ക് എവിടെയും ഒരാളെപ്പോലും മരിച്ചിട്ടില്ലാത്ത ഒരു വീട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവളുടെ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതായി. ഒടുവിൽ അവൾക്ക് ആ കാര്യം മനസ്സിലായി. അവൾ തിരിച്ചറിഞ്ഞു, ബുദ്ധൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു എന്ന്. അവൾക്ക് ബോധ്യപ്പെട്ടു, ഈ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും നിശ്ചയമായും സംഭവിക്കുന്നതാണ് എന്ന്. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും. അവൾ അതോടെ തന്റെ കുട്ടിയെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു യാത്രയാക്കി. എന്നിട്ട് ബുദ്ധന്റെ അരികിലേക്ക് ചെന്നു. അവളെ കണ്ടതും ബുദ്ധൻ ചോദിച്ചു, എവിടെ കടുകുമണികൾ? അപ്പോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കുകയായിരുന്നു അല്ലേ? അവിടെയെങ്ങും ഒരു വീട്ടിൽ പോലും മരണം സംഭവിക്കാത്തതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ആരൊക്കെ ജനിക്കുന്നുവോ അവരെല്ലാം ഒരിക്കലും മരിക്കണം. അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ ജ്ഞാനം നിറഞ്ഞു നിന്നിരുന്നു. അവൾ വീണ്ടും പറഞ്ഞു, സഹിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്.
അത് ഞാൻ മനസ്സിലാക്കുന്നു. മരണം ഒരിക്കൽ നമ്മളെ എല്ലാവരെയും തേടി വരും. എനിക്ക് ഇനി എൻ്റെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണ്ട. ദയവായി ഈ മെഡിറ്റേഷന്റെ അറിവ് എനിക്കും പകർന്നു നൽകിയാലും പ്രഭു. അത് മരണവും ജനനവും ഇല്ലാത്ത ഇടമാണെന്നും ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അപ്പോ ബുദ്ധൻ പറഞ്ഞു, നീ ഇപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മരണമെന്നത് ഒരിക്കലും തടയാൻ കഴിയാത്തതാണെന്നും സഹിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും. ഒരിക്കൽ മരണം നമ്മളിലേക്ക് എത്തും. ഇപ്പോൾ നീ ജ്ഞാനം നേടിയിരിക്കുന്നു. ബുദ്ധൻ അവൾക്ക് മെഡിറ്റേഷന്റെ പാഠങ്ങളൊക്കെ പകർന്നു നൽകാൻ തുടങ്ങി. അങ്ങനെ അവൾ ബുദ്ധന്റെ ശിഷ്യന്മാരിലെ ഏറ്റവും ജ്ഞാനം നിറഞ്ഞ ഒരുവളായിട്ട് തീർന്നു. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാം. നമ്മളെല്ലാവരും വളരെ എളുപ്പം ദുഃഖത്തിലേക്കും വേദനയിലേക്കും ഒക്കെ വഴുതി വീഴും. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു വീടും ഒരു വ്യക്തിയും ദുഃഖവും സന്തോഷവും അനുഭവിക്കാത്തവരായിട്ടില്ല എന്ന്. ദുഃഖം, സന്തോഷം, സ്നേഹം, അങ്ങനെ ഈ വികാരങ്ങളെല്ലാം എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് എല്ലായ്പ്പോഴും സമാധാനവും ക്ഷമയും അഭ്യസിക്കാൻ പരിശ്രമിക്കണം. ഈ പറഞ്ഞവ നമ്മളെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന മാർഗദർശികളാകുന്ന സോഫ്റ്റ് ടൂൾസ് ആണ്. ഓർക്കുക, ഈ സമാധാനവും ക്ഷമയും പരിശീലിക്കുന്നതിലൂടെ അവ നമ്മളെ ഒരിക്കലും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകില്ല. അതായത് ഒരിക്കലും ദുഃഖത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും ഒന്നും. അവ തീർച്ചയായിട്ടും ഈ പറഞ്ഞവയൊക്കെ അതിജീവിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കിത്തരും.